അതായത് കാപ്പുടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേ എനിക്ക് കുറച്ച് പണികൾ തൂക്കാനും വരാനൊക്കെ ഉണ്ട്. അങ്ങനെ തുടച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ കല്ല് ഒന്നും അറിയാത്തല്ല ഇറങ്ങി പോവാ കേട്ടോ. അവൾ എന്നും ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ കുറച്ച് തുണി വിരിക്കാനുണ്ടായിരുന്നു. നല്ല വെയിലുണ്ട് കേട്ടോ ഇന്ന്. അങ്ങനെ തുണിയെല്ലാം വിരിച്ചിരുന്നപ്പോൾ അവിടെയും വന്ന് സഹായത്തിന്. പിന്നെ കുക്കൻ പറഞ്ഞ് അവൻ കല്ലും ഡ്രസ്സെല്ലാം മെഷീനിൽ കഴുകാൻ ഇട്ടോളാം കേട്ടോ. അവനെ ഇടയ്ക്ക് ഇങ്ങനെ എന്നെ സഹായിക്കാറുള്ള. പിന്നെ കുറച്ച് പച്ചക്കറി മേടിച്ചത് കവറിൽ തന്നെ എനിക്കത് എടുത്ത് വെച്ചില്ലായിരുന്നേ. അതെല്ലാം എടുത്ത് വെച്ച്. പിന്നെ കുറച്ച് നാളെ കുക്കൻ പറഞ്ഞു അവന് ഗ്രീൻ ചിക്കൻ കറി ഉണ്ടെന്ന്. എന്നാൽ അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് എഴുതി ചിക്കനൊക്കെ ഒന്ന് കഴുകി വഴിയെടുത്തിട്ട് പിന്നെ മിക്സിയുടെ ജാറിലേക്ക് മല്ലിയിലയും പുതിനയിലയും പച്ചമുളകും തൈരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. മിക്സി എപ്പോൾ ഓണാക്കിയാലും കല്ല് ഓടി വരും. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അരച്ചെടുത്തതെല്ലാം ചിക്കനിനകത്തേക്ക് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കുക. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ വെക്കാൻ ഞാൻ സവോള അരിയാൻ വേണ്ടി പോയി. അന്നേരം അവിടെയും വരും കേട്ടോ സവോള തന്നെ. ഇവിടെ പിള്ളേർക്ക് 2 പേർക്ക് ഇഷ്ടം കേട്ടോ സവോള തിന്നുന്നത്. അങ്ങനെ ചട്ടി ചൂടായപ്പോഴത്തേനും വെളിച്ചെണ്ണ ഒഴിച്ച് മറ്റേ പെരിഞ്ചീരകമില്ലേ അതും പൊട്ടിച്ചിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും സവോളയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കും. വാട്ടിയെടുത്ത് കഴിയുമ്പോൾ അല്പം മല്ലിപ്പൊടിയും കൂടി ചേർക്കും കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടെ ഇട്ട് മൂപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ചിക്കനെല്ലാം കൊണ്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. വെള്ളമൊന്നും ഒഴിക്കുന്നത് ചിക്കനിൽ വെള്ളത്തിൽ തന്നെ വെന്തോളൂ കേട്ടോ. അപ്പോൾ ആ ചിക്കൻ അടുപ്പ് വെച്ചിട്ട് ഞാൻ കല്ലിന് വെക്കുമ്പോൾ കുളിപ്പിച്ച് ഒരുക്കിക്കൊണ്ട് വന്നേ. എന്നിട്ട് ഞങ്ങൾക്ക് കഴിക്കാൻ കൊടുക്കണം കേട്ടോ. അവൾക്ക് കഴിക്കാൻ കൊടുക്കാനുള്ളൊരു ഒന്നൊന്നര ടാസ്ക് കേട്ടോ. ആ നേരം കൊണ്ട് ചിക്കൻ ഇവിടെ വെന്ത് വന്നേ. ചിക്കനകത്ത് വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് ചിക്കൻ വെന്ത് വന്നു കേട്ടോ. അപ്പോൾ കുക്കന് കഴിക്കാൻ എടുക്കട്ടെ എന്ന് വെച്ചപ്പോൾ അവൻ പറഞ്ഞ് കല്ലുവിനെ ഉറക്കിയിട്ട് മതിയെന്ന്. അങ്ങനെ കല്ലുവിനെല്ലാം ഉറക്കിയിട്ട് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ. കഴിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേനും അവന് ചോറ് വേണ്ട ബ്രെഡ് മതി. അപ്പോൾ ആ സമയം കൊണ്ട് അപ്പോൾ ഞാനും പറഞ്ഞു എന്നാൽ എനിക്കും ബ്രെഡ് കഴിക്കണം. അങ്ങനെ ഞാനും ബ്രെഡൊക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടി വന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എന്നാൽ ബ്രെഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഉച്ചയ്ക്ക് ആയപ്പോൾ ഒന്ന് കിടന്നേക്കാമെന്ന് എഴുതി കല്ലുവിൻ്റെ ഒപ്പം ഞാനും കൂടെ പോയി കുറച്ച് നേരം കിടന്നിട്ടോ. അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ വേസ്റ്റ് കത്തിക്കാണ്ടായിരുന്നേ. വേസ്റ്റ് എല്ലാം കത്തിക്കാണ്ട് ഞങ്ങൾ ഇതിൻ്റെ അകത്തോട്ടാണ് വേസ്റ്റ് കത്തിക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടൻ ഉണ്ടാക്കി തന്നാണ്. മെയിനായിട്ട് കല്ലുവിൻ്റെ പാമ്പേഴ്സാണ് ഇതിനകത്ത് കത്തിക്കുന്നത്. കത്തിക്കാൻ എളുപ്പം കേട്ടോ. മഴയത്തും വെയിലത്തും ഒക്കെ നന്നായിട്ട് കത്തും കേട്ടോ. പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് സന്ധ്യയായപ്പോൾ വിളക്ക് വെക്കണമായിരുന്നേ. അങ്ങനെ വിളക്ക് കത്തിച്ച് കൊണ്ടിരുന്നപ്പോൾ എൻ്റെ പുറകെ കല്ലും വരുന്നുണ്ട് കേട്ടോ. വിളക്ക് വെക്കാമെന്ന് പറയുമ്പോൾ ഓടി വരും കേട്ടോ. എന്നിട്ട് ഊതിക്കെടുത്തു. അതാണ് ഇവിടുത്തെ പരിപാടി. അങ്ങനെ വിളക്കെല്ലാം എടുത്ത് വെച്ചപ്പോൾ കുറച്ച് തുണി മടക്കാനുണ്ടായിരുന്നു. അങ്ങനെ തുണിയെല്ലാം മടക്കി പറക്കി വെച്ച് കല്ലുവിന് വൈകുന്നേരത്തെ ഫുഡും കൊടുത്തു. അവളെ ഒന്ന് മേലും കഴിച്ചെടുത്തു കേട്ടോ. കുക്കന് കഴിക്കാൻ എടുക്കട്ടെ എന്ന് വെച്ചപ്പോൾ അവന് വേണ്ട, അവൻ അപ്പായി വന്നിട്ട് മതി എന്ന് പറഞ്ഞു. അപ്പായിനെ കാത്തിരിക്കുന്നു കേട്ടോ. ഇതോ കണ്ണൻ ഇവിടെ വരുമ്പം 9:30-10 മണിയൊക്കെ ആവേ. അതുവരെ ഇതുങ്ങൾ ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും ചാടി തുള്ളി ഇറങ്ങി ചെല്ലും കേട്ടോ. അങ്ങനെ അപ്പായെ കണ്ട സന്തോഷത്തിൽ 2 പേരും കൂടെ ഓടി ഇറങ്ങി ചെല്ലും കേട്ടോ. കല്ലുവിന് അപ്പം തന്നെ സ്റ്റാർ കാണണം. അങ്ങനെ സ്റ്റാറിനെ എല്ലാം കാണിച്ച് പതിയെ അകത്തേക്ക് കയറി വന്നു കേട്ടോ. അപ്പോഴത്തേക്കും കണ്ണൻ പറഞ്ഞു എനിക്ക് വിശക്കുന്ന നീ എന്തെങ്കിലും കഴിക്കാൻ തായൊന്നു. വിശന്നാട്ടോ. ഇത്രയും നേരമായില്ലേ, 4 മണിക്ക് ചായ കുടിക്കുന്ന. പിന്നെ വേഗം തന്നെ കഴിക്കാൻ എടുത്തപ്പോൾ കണ്ണൻ പറഞ്ഞു ബ്രെഡ് മതി, ചോറ് വേണ്ടെന്ന്. പിന്നെ കുക്കപ്പം ചോറും കഴിച്ചു, കണ്ണൻ ബ്രെഡും കഴിച്ചു. ഞാനൊന്നും കഴിച്ചില്ല, എനിക്ക് വിശക്കുന്നില്ലായിരുന്നേ. അങ്ങനെ കുറച്ച് ഇരുന്നപ്പോൾ അവർ കഴിക്കുന്നപ്പോൾ എനിക്കും കഴിക്കണം തോന്നി. അപ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞു എനിക്കും ഒരു വാ വാരി തരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എനിക്കും 2-3 വാ വാരി തന്നു കേട്ടോ. അപ്പോഴത്തേനും കല്ലുമോളുടെ ഭയങ്കര ഡാൻസ്, മൊബൈലിൽ പാട്ട് വെച്ചിട്ടുണ്ട്. കല്ല് കിടന്ന് ഭയങ്കര ഡാൻസായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണൻ ചെറുതായിട്ടൊന്ന് പാടിക്കൊടുത്തപ്പോഴത്തേനും നമുക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. കണ്ണൻ തന്നെ പറഞ്ഞു കഴിക്കുമ്പോൾ പാട്ട് പാടാൻ പാടില്ല എന്നുണ്ട്. പിന്നെ വേഗം തന്നെ കഴിച്ചു കേട്ടോ. അങ്ങനെ അത്താഴമെല്ലാം കഴിച്ച് ഞങ്ങൾ പാത്രങ്ങളെല്ലാം കഴിച്ച് പിള്ളേരെ കിടത്തി ഉറക്കി ഞങ്ങളും കിടന്നുറങ്ങാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. ഓക്കെ, ബൈ, ടാറ്റാ.